രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും പരാതി. അതിജീവിതയുടെ ഭർത്താവാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, പറയൂ. ദിലീപ് കുമാർ, അതിജീവിതയുടെ ഭർത്താവാണ് ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. രാഹുലിനെതിരെയാണ് അവർ പരാതി ഉന്നയിക്കുന്നത്. തന്റെ കുടുംബജീവിതം തകർത്തു രാഹുൽ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രിക്കും DGP-ക്കുമാണ് ഈ അതിജീവിതയുടെ ഭർത്താവ് പരാതി നൽകിയിരിക്കുന്നത്. രാഹുലിനെതിരെ BNS 84 പ്രകാരം കേസെടുക്കണമെന്നും ഭർത്താവ് ആവശ്യപ്പെടുകയാണ്. തനിക്ക് വലിയ മാനനഷ്ടം ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു എന്ന് ഭർത്താവ് ആരോപിക്കുകയാണ്. തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ പരാതിക്കാരിയെ വശീകരിച്ചുവെന്നും ഭർത്താവ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതായിരുന്നു രാഹുലിന്റെ വാദം. പ്രശ്നം പരിഹരിക്കാനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടില്ല എന്നും രാഹുൽ ഈ പരാതിക്കാരൻ നിലവിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നും ഈ ഭർത്താവ് പറയുകയാണ്. ഒപ്പം തന്നെ ഈ സംഭാഷണവും എല്ലാം തന്നെ പുറത്ത് ഒരു സാഹചര്യം എല്ലാം തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. തനിക്ക് വലിയ മാനനഷ്ടവും അല്ലെങ്കിൽ മാനഹാനിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. വലിയ പ്രതീക്ഷയോടുകൂടി തങ്ങൾ പരസ്പരം അറിഞ്ഞുകൊണ്ട് വിവാഹം ചെയ്തതായിരുന്നു. പക്ഷേ ഈ രാഹുൽ കാരണം ഈ കുടുംബബന്ധം തകർന്നു എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും DGP-ക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. BNS 84 പ്രകാരം കൂടി കേസെടുക്കണമെന്നുള്ളതാണ് ഈ ഭർത്താവിന്റെ പരാതിയിലെ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും പരാതി. അതിജീവിതയുടെ ഭർത്താവാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുന്നത് പാലക്കാട് നിന്ന് സമീർ ബിൻ കരീമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.